ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ചരിത്രം തിരുത്തിയെഴുതാനുള്ള ശ്രമങ്ങൾ അനീതിയും അതുപോലെ തന്നെ ഒരിക്കലും ന്യായീകരണമില്ലാത്ത കാര്യവുമാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്രത്തെ ഏകശിലാത്മകമാക്കാനാണ് ചിലരെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചേർന്ന നടപടിയല്ല ചരിത്രം തിരുത്തിയെഴുതുക എന്ന് പറയുന്നത്. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുണ്ട് എന്ന് വിളിച്ചു പറയുന്നതാണ് നമ്മുടെ ചരിത്രം. ആ ചരിത്രം എല്ലാവരും പഠിക്കട്ടെ, നമ്മുടെ മക്കൾ പഠിക്കട്ടെ. അത് പഠിച്ചു വളർന്നാൽ തീർച്ചയായിട്ടും ബഹുസ്വരതയുടെ ജീവിക്കുന്ന അടയാളപ്പെടുത്തലുകളായി വളരാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു മഹത്തായ ഭരണഘടന സാഹോദര്യമാണ്. സഹോദരങ്ങളെ, ആ ഭരണഘടനയുടെ ആത്മാവും ജീവനും എന്ന് പറയുന്നത് ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ യാതൊരു വിദ്വേഷവുമില്ലാതെ ജീവിക്കുക, ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സൗഹാർദ്ദമുള്ള നാട്, അതാണ് നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ മഹർഷിമാർ, നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ മഹാന്മാർ അവർ മുന്നോട്ട് വെച്ച അവരെ സ്വപ്നം കണ്ട നാടെന്ന് പറയുന്നത് സൗഹാർദ്ദത്തിൽ വിളയാടുന്ന നാടാണ്. ആ നാടായി നമ്മുടെ നാടിനെ നിലനിർത്താൻ നമുക്ക് സാധ്യമാവണം. ജാതി മത വ്യത്യാസമന്യേ എല്ലാവർക്കും ഈദിന്റെ സന്തോഷം നമ്മൾ നേരണം. ഈദ് ആശംസകൾ എല്ലാവരോടും നേരുക. ഇത് മാത്രമല്ല, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കേണ്ടതാണ്. അത് ഈദാണെങ്കിലും, അത് ഈസ്റ്റർ ആണെങ്കിലും, അത് ക്രിസ്മസ് ആണെങ്കിലും, അത് ഓണമാണെങ്കിലും, അത് മറ്റെല്ലാ ആഘോഷങ്ങളും, ആ ആഘോഷങ്ങളിലെല്ലാം തന്നെ എല്ലാവരുടെയും സന്തോഷം, എല്ലാവരും എല്ലാവർക്കും ആ ഒരു കാലയളവ് വരുമ്പോ സന്തോഷമുണ്ടാകുന്ന അവസ്ഥ, സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോ തീർച്ചയായിട്ടും സൗഹാർദ്ദം നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫിത്ർ സക്കാത്ത് നിർവഹിച്ചുകൊണ്ടാണ് ഈദ് മുസല്ലയിലേക്ക് നമ്മൾ പുറപ്പെട്ടത്. എന്താ ഫിത്ർ സക്കാത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്? സമൂഹത്തിൽ ഈദ് ദിനത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയുന്ന ഇസ്ലാമിലെ നോമ്പിനോട് അല്ലെങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന സുപ്രധാനമായിട്ടുള്ള ദാനധർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. പക്ഷേ പെരുന്നാൾ ദിനത്തിൽ മാത്രമല്ല, പെരുന്നാൾ ദിനത്തിൽ പട്ടിണി നീക്കുന്നതിന് വേണ്ടിയാണ് ഫിത്ർ സക്കാത്തെങ്കിൽ ഫിത്ർ സക്കാത്തും പഠിപ്പിക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് സമൂഹത്തിൽ നിന്ന് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധ്യമായത് നീ ചെയ്തിരിക്കണം. ഇതാണ് മതം, ഇതാണ് മതം ലോകത്തെ പഠിപ്പിക്കുന്നത്. ദീനിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആഘോഷങ്ങളിൽ സജീവമാവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സന്തോഷം, തമാശകൾ, കളികൾ, ചിരികൾ, ഉല്ലാസങ്ങൾ, കുടുംബ സന്ദർശനങ്ങൾ, രോഗീ സന്ദർശനങ്ങൾ എല്ലാം വേണം. അതിനെല്ലാം ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ ദിനം എന്ന് പറയുന്നത്. കേവലം ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്, ആഹ്ലാദത്തിന് വേണ്ടിയുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ പെൺകുട്ടികൾ പാട്ട് പാടുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യം, ചെറിയൊരു നീരസം. കാരണം പ്രവാചകന്റെ വീട്ടിലാണോ ബഹളം? പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അബൂബക്കറേ, ഇത് നമ്മുടെ ഈദിന്റെ, ഇത് നമ്മുടെ പെരുന്നാളിന്റെ ദിനമാണ്. ഇന്നലി കുല്ലി ഖൗമിൻ ഈദുൻ വഹാദാ ഈദുനാ. കൊച്ചിയിലെ പെരുന്നാൾ വിശേഷങ്ങളുമായി അനഘ നരിക്കുനി ചേരുന്നു. അനഘ, കൊച്ചിയിൽ എങ്ങനെയാണ് പെരുന്നാൾ മതവിശ്വാസികൾ എങ്ങനെയാണ് പെരുന്നാൾ ആചരിക്കുന്നത്? ഭദ്ര, എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ഈദ്ഗാഹുകളും അതുപോലെ തന്നെ പള്ളികളിൽ പ്രത്യേക നമസ്കാരങ്ങളും നടക്കുന്നു. നിരവധി ആളുകളാണ് ഈ ഒരു നമസ്കാരത്തിലും അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലും ഒക്കെ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. മറൈൻ ഡ്രൈവിലും അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിലുമൊക്കെയായി അങ്ങനെ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, കോവിഡിന് ശേഷമുള്ള ഒരു പെരുന്നാൾ ആഘോഷമാണ്
പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഈ ഒരു ചെറിയ പെരുന്നാളിനെ എല്ലാവരും കൊണ്ടാടുന്നത്. രാവിലെ തന്നെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈദ്ഗാഹുകളിലും അതുപോലെ പള്ളികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക നിസ്കാരങ്ങളിലും പങ്കെടുക്കുന്നതിനായി എത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ഇടവും അതുപോലെ തന്നെ പുരുഷന്മാർക്കായി ഒരു പ്രത്യേക സ്ഥലവും അങ്ങനെ വെവ്വേറെ ആയിട്ടാണ് 2 സ്ഥലങ്ങളിലായിട്ടാണ് ആളുകളെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഈദ് ഗാഹ് കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നത്. വലിയ ജനപങ്കാളിത്തം എന്ന് തന്നെ വേണം പറയാൻ. നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈ ഒരു ഈദ് ഗാഹിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു. ഷരീഫ് മേലതിൽ വൈറ്റില ജുമാ മസ്ജിദ് ഖത്തീബായിട്ടുള്ള ഷരീഫ് മേലതിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഒരു ഈദ് ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ അതിന്റെ മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വ്രതശുദ്ധിയുടെ നാളുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ ഒരു ചെറിയ പെരുന്നാൾ. അതായത് നല്ല വെയിലിലും ഈ 30 ദിവസത്തെ വ്രതം പൂർത്തിയാക്കിക്കൊണ്ട് ആണ് ഈ ഒരു ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. അതിന്റെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ അത്രയും ദിവസങ്ങളിൽ ആഹാരങ്ങളിലൊക്കെ ചിട്ട വരുത്തി അത്രയും ദിവസം വ്രതമെടുത്ത് ഇന്ന് ഈ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ബന്ധുവീടുകളിൽ പോയി പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം ഈദ് സന്ദേശങ്ങൾ കൈമാറി അങ്ങനെ മധുരം വിതരണം ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വാസികൾ ഈ ഒരു ചെറിയ പെരുന്നാളിനെ കൊണ്ടാടുന്നത്. പ്രധാനമായിട്ടും ആളുകളുടെ ഒരു പങ്കാളിത്തം പള്ളികളിലും അതുപോലെ തന്നെ വിവിധയിടങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള ഈദ് ഗാഹുകളിലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയുണ്ട്. ശരിയായ രീതിയിൽ ഒന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് പോലും ഉള്ള സ്ഥലത്ത് ഒതുങ്ങി നിന്ന് ആളുകൾ എല്ലാവരും കൂടി നിന്ന് ഈ ഒരു പ്രത്യേക നിസ്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം തന്നെ ശരി അനഘ,